اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാന 10 ആകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു രാവുണ്ട്, ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. അത് എന്നാണ് എന്ന് വ്യക്തമായി ഒരു മഹാനും പറഞ്ഞിട്ടില്ല. അവസാന 10 ഒറ്റയിട്ട രാവുകളാണ്. ചില ദിവസങ്ങളിൽ ആരംഭിക്കുമ്പോൾ ഇന്ന ദിവസമാകുമെന്നുള്ള ചില സൂചനകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പോലും നൽകിയിട്ടുള്ളത്. സത്യത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ എന്താണ് ആ ലൈലത്തുൽ ഖദർ കൊണ്ടുള്ള ഉദ്ദേശം എന്ന വിഷയത്തിൽ മഹാരഥന്മാരാകുന്ന ആളുകൾക്കൊക്കെ അഭിപ്രായ ഭിന്നതയുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ, മലായിക്കത്തും റൂഹും ഇറങ്ങും എന്നതുകൊണ്ട് ആ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് എന്നും അതല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂഹാണ് എന്നും ഒക്കെ അഭിപ്രായം പറഞ്ഞ ആരിഫീങ്ങളുണ്ട്. ഇവിടെ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ ആ രാവിനിക്ക് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. ഒരു അബ്ദിനെ സംബന്ധിച്ചിടത്തോളം 1000 മാസത്തിൻ്റെ ശ്രേഷ്ഠത നോക്കലല്ല അവൻ്റെ ജോലി. അള്ളാഹു അങ്ങനെ ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് അദബ് കാണിക്കലാണ് ഒരു വിശ്വാസിയുടെ ജോലി. 1000 മാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള പലതും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരാളിപ്പോൾ 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഒരാൾ ഗുണിച്ചു നോക്കുകയാണ്. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള പല സംഭവങ്ങളുണ്ട്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ നിസ്കരിച്ചാൽ 1000 ആണ് എന്നും 10000 ആണ് എന്നും അഭിപ്രായമുണ്ട്. 10000 റക്അത്ത് നിസ്കരിച്ച കൂലിയാന്നും അഭിപ്രായമുണ്ട്. അതല്ല 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയെന്നും അഭിപ്രായമുണ്ട്. ഒരാൾ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാലോ 1,00,000 നിസ്കരിച്ച കൂലിയാണ്. അപ്പോൾ ഒരാൾ ഒരു മാസം മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടും? ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളും പുറം പോകും അതിൻ്റെ കൂലി. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൻ്റെ കൂലിനെ കുറിച്ച് കിതാബിൽ കാണാൻ കഴിയും. ഇത് 20 ലക്ഷം നിസ്കാരത്തിന് തുല്യമാണ് എന്ന് കാണാൻ കഴിയും. 20 ലക്ഷം നിസ്കാരത്തിന് തുല്യമാണ്. രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ ഒരാൾ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഇതിനേക്കാളൊക്കെ കൂലിയുണ്ട് എന്ന് മറ്റു ചില ഹദീസിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ നമ്മളുടെ കൂലിയുടെ കണക്ക് കൂട്ടലല്ല, മറിച്ച് ആ രാത്രി നമ്മൾ അതബോടുകൂടെ കാത്തിരിക്കലാണ്. ആർക്ക് വേണ്ടി കാത്തിരിക്കണം? നമ്മളൊന്നും ഹസനാത്തികളാകാൻ പാടില്ല, നമ്മളൊക്കെ റബ്ബാനികളാകണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്, നിങ്ങൾ റബ്ബാനികളാകണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയണത്. അപ്പൊ റബ്ബാനികളാകുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ രാത്രി കാത്തിരിക്കുന്നത്? മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നു, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ
അത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കാരണം നമുക്കൊക്കെ സുപരിചിതമായൊരു ഹദീസുണ്ട്. മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു. സത്യത്തിൽ ലൈലത്തുൽ ഖദർ ആകുന്ന അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീബിന്റെ അരികിലുണ്ട്. അതിനേക്കാൾ മഹത്തരമായത് ആയിഷ ബീബിന്റെ അരികിലുണ്ട്. അത് ആരാ? അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷെ എന്നിട്ട് പോലും മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ലൈലത്തുൽ ഖദറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഞാനാണ് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞില്ല. എന്നാൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഈ സംഭവങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങൾക്കിടയിലുള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അള്ളാഹുവിന്റെ പ്രവാചകരാണ് നിങ്ങൾക്കിടയിലുള്ളത്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, വഅലമു നിങ്ങൾ അറിയണം, അന്ന ഫീകും റസൂലല്ലാഹ്, നിശ്ചയം അള്ളാഹുവിന്റെ പ്രവാചകർ നിങ്ങളിലുണ്ട്. അപ്പൊ സ്വഹാബത്തുൽ കിറാമിന് ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് മനസ്സിലാകും വിധം ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ അതിനേക്കാൾ വലുത് നിങ്ങൾ അന്വേഷിക്കണ്ട. ഏറ്റവും വലുത് എന്താണ്? അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ നൂറിനെ പ്രകടമായി കാണുന്ന രാവ്, സ്വാലിഹീങ്ങളാകുന്ന ആളുകളൊക്കെ ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകടമായി കാണാൻ വേണ്ടി അവർ അണിഞ്ഞൊരുങ്ങിയിരുന്നു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. പിന്നെ ദീൻ എന്ന് പറയുന്നത് ഖവാസുകളിലേക്ക് നോക്കിയിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. പ്രത്യേകക്കാരാകുന്ന ആളുകളിലേക്ക് നോക്കിയിട്ടല്ല ദീനിന്റെ നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. പിന്നെ സാധാരണക്കാരാകുന്ന ആളുകളിലേക്ക് നോക്കിയിട്ടാണ് ദീനിന്റെ നിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹദിയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോ പരിശുദ്ധ ദീനിൽ ഏറ്റവും മുഖ്യമായത് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖീഖത്ത് മുഹമ്മദിയത്തിനെ വാരിപ്പുണരുന്ന സുന്ദരമായ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആരിഫീങ്ങളൊക്കെ അതിനു വേണ്ടി കാത്തിരുന്നു എന്നാണ്. അവരുടെ ഹൃദയത്തിലുള്ള അവരുടെ ആത്മാവ് ഏതാണ്? അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലാഹുവിന്റെ പ്രവാചകർ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവർ സ്വത്തത്തിനേക്കാൾ മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്തവരാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സ്വത്തത്തിനേക്കാൾ അടുത്ത മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖീഖത്തിന് പുൽകലാണ് ലൈലത്തുൽ ഖദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആളുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയത്തോടുകൂടെ പറയാനുള്ളത്, ഇനി വരാൻ പോകുന്ന സുന്ദരമായ രാവുകൾ അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട രാവാണ്. അതിനേക്കാൾ മുഖ്യമായതോ അതിനേക്കാൾ പ്രാധാന്യമുള്ളതോ അതിനേക്കാൾ പുണ്യമായതോ ലോകത്ത് അല്ലാഹു ഒന്നും സംവിധാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പുണ്യത്തിനെ കാത്തിരിക്കുക.
സുന്ദരമായ രാവുകളാണ് നമ്മിലേക്ക് വരുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് പുൽകുന്ന സുന്ദരമായ ഒരവസ്ഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനെ അനുഗമിച്ചുകൊണ്ട് സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സുന്ദരമായ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.